ഡിയേഴ്സ്, വെൽക്കം ടു വേൾഡ് ഓഫ് വുമൺ. സൗമ്യ ഫ്രം കണ്ണൂർ. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. 2 പീസ് സെറ്റ് ആണ്. ഏതെടുത്താലും 550 550 ഉള്ളൂ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. റീസ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നല്ല, ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും. പിന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അൺബോക്സിംഗ് വീഡിയോ മസ്റ്റ് ആണ്, കട്ടോ പോസ്റ്റ് ചെയ്യേണ്ടെടുക്കുക. കൂടാണ്ട് DTDC പോസിബിൾ അല്ല, പോസ്റ്റ് ത്രൂ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുക. അപ്പം മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ മീൻസ് 38, 40, 42, 44 ആണ് വരിക. പിന്നെ നല്ലൊരു കോട്ടൺ ആണ്, കോട്ടൺ ലൈനിങ് ആണ്, 4 കളർ ഷെയ്ഡ് ആണ്. ഒരു പിങ്ക് ഷെയ്ഡും, മാംഗോ യെല്ലോ ഷെയ്ഡും, ഒരു റെഡ് ഷെയ്ഡും, പിന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡും. അപ്പൊ ഈ 4 വെറൈറ്റി കളേഴ്സ് ആണ്. പിന്നെ ടോപ്പിന് 46 ലെങ്ത്തിന്റെ, ഹാൻഡിറ്റ് വിത്തൗട്ട് ലൈനിങ് ആണ്. നമ്മുടെ വി പാറ്റേണിൽ വരുന്ന നല്ലൊരു കോളർ നല്ല നോർമൽ ആണ്. പിന്നെ കൂടെ നമ്മുടെ യോക്കിൽ ഈ ഒരു പാച്ച് ആണ് ബോട്ടത്തിന് വരുക. പിന്നെ നമ്മുടെ യോക്കിൽ അതേ പാച്ച് സ്ലീവിൽ എൻഡിലും ഉണ്ട്. സൈഡ് സ്ലിറ്റ് കോട്ടൺ ലൈനിങ് ആണ്, 46+ ലെങ്ത് ഉണ്ട്. കൂടാണ്ട് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. ഇതിന്റെ ബോട്ടം ഞാൻ എന്റെ വ്യൂ കാണിച്ചു തരാം. ബോട്ടം വരുന്നത് എങ്ങനെയാണ്, നല്ലൊരു പിങ്ക് ആണ് കേട്ടോ. നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ്, സോഫ്റ്റ് ഫാബ്രിക് ആണ്, ലൈറ്റ് വെയിറ്റും കൂടിയാണ്. പോക്കറ്റും ഉണ്ട്. പിന്നെ 2 സൈഡ് ആണ് പോക്കറ്റ് വന്നിട്ടുള്ളത്. നല്ലൊരു നമ്മുടെ യോക്കിൽ അതേ പാച്ച് ആണ് ബോട്ടത്തിന് വന്നിട്ടുള്ളത്. ബേക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ പട്ടയും ടൈ ചെയിൻ ഡോറിയും, 38 ലെങ്ത്തും, നമ്മുടെ സിഗരറ്റ് പാൻറ് ഓപ്പണിങ്ങും. കൂടാണ്ട് നമ്മുടെ ടോപ്പിന്റെ അതേ പാച്ചും ബോട്ടത്തിന് എൻഡിലും കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് നല്ലൊരു വി പാറ്റേൺ, നല്ലൊരു മോഡലാണ്. എന്താ പറയാ, കംഫർട്ടബിൾ ആണ് കേട്ടോ. ഈ ക്ലൈമറ്റ് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ. M2XXL ആണ്, M2XXL ആണ്. 38, 40, 42, 44 ആണ് സൈസ് ആയിട്ട് വരുക. നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡ് ആണ്. നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാൾ എൻ്റെ ഇച്ചിരി കൂടി ഒരു കളർ ഉണ്ട് കേട്ടോ. അപ്പം കോട്ടൺ ആണ് ലൈനിങ് വരുന്നത്, 46+ ലെങ്ത്തും ഉണ്ട്. പിന്നെ കൂടാണ്ട് ബോട്ടം എന്ന് പറയുന്നത് സെയിം 38 ലെങ്ത്തിൽ ബേക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ പട്ടയും ടൈ ചെയിൻ ഡോറിയും, 2 സൈഡ് പോക്കറ്റും ഉണ്ട്. നല്ലൊരു ഷെയ്ഡാണ്, മാംഗോ യെല്ലോ ഷെയ്ഡാണ്. ഏറ്റവും എൻഡിൽ അതുപോലെ തന്നെ നല്ലൊരു ഓപ്പണിംഗ്, മീൻസ് സിഗരറ്റ് പാൻറ് ഓപ്പണിംഗ് വിത്ത് നമ്മുടെ യോക്കിൽ അതേ പാച്ചും, നമ്മുടെ ടോപ്പിന്റെ അതേതാ നല്ലൊരു ബോട്ടത്തിന്റെ, മീൻസ് നമുക്ക് ഓപ്പോസിറ്റ് ആണ്. നല്ലൊരു കോമ്പിനേഷൻ ആണ്. നെക്സ്റ്റ് വരുന്ന നല്ലൊരു റെഡ് ഷെയ്ഡ് ആണ്. M2XXL സൈസ് അവൈലബിൾ ആണ്. 550 ഫ്രീ ഷിപ്പിംഗ് ആണ്. പ്യുവർ കോട്ടൺ ആണ്. പിന്നെ കൂടാണ്ട് എങ്ങനെയാണ് അതിന്റെ വ്യൂ വരുക. കൂടാണ്ട് സൈഡ് സ്ലിറ്റ് കോട്ടൺ ലൈനിങ്, 46+ നല്ല ലെങ്ത് ഉണ്ട്. പ്യുവർ കോട്ടൺ ആണ്. നമുക്ക് കറക്റ്റ് സൈസ് എടുത്താൽ മതി, കംഫർട്ടബിൾ അനുസരിച്ച്. ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം വരുക. ഞാൻ റിപ്പീറ്റ് പറയുന്ന ഒന്നും വിചാരിക്കരുത്, കാരണം ഞാനത് സ്കിപ്പ് ചെയ്ത് പോകുന്നവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരുക. ബേക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ പട്ടയും ടൈ ചെയിൻ ഡോറും, 2 സൈഡ് പോക്കറ്റ്. സ്കൈ ബ്ലൂവിനെക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളർ, പക്ഷെ നല്ല കളറാണ്. എല്ലാം നേരിട്ട് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമാവും. ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരുക. ബേക്കിൽ നമുക്ക് പ്ലെയിൻ ആണ് കേട്ടോ. ബേക്കിൽ നമ്മൾ നോർമൽ പ്രിന്റ് തന്നെയാണ്, മീൻസ് പാറ്റേൺ തന്നെയാണ്. ഫ്രണ്ടിൽ യോക്കിൽ വരുന്നത് മാത്രമേ ഈ ഒരു പാറ്റേൺ ഉള്ളൂ. നല്ലൊരു കോമ്പിനേഷൻ ആണ്. നമുക്ക് സ്കൈ ബ്ലൂ ദുപ്പട്ട യൂസ് ചെയ്യാം, വൈറ്റ് ദുപ്പട്ട യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം വരും, ഒട്ടും ബോറുണ്ടാവില്ല. കറക്റ്റ് സൈസ് എടുത്താൽ മതിയാകും. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരുക. അപ്പൊ കറക്റ്റ് സൈസ് എടുത്താൽ മതി. ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരുക. നല്ലൊരു മോഡലാണ്. 38, 40, 42, 44 ആണ് സൈസ് ആയിട്ട്. 550 ഫ്രീ ഷിപ്പിംഗ്, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. പോസ്റ്റ് ത്രൂ ആയിരിക്കും. കൂടെ ട്രാക്കിംഗ് ഐഡിയും തരുന്നതാണ്. നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് ചെയ്യുന്നതും കൂടിയാണ്. എമർജൻസി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. DTDC പോസിബിൾ ആണ്. അല്ലെങ്കിൽ പക്ഷെ പോസ്റ്റ് ത്രൂ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുക. അപ്പൊ ഇനിയൊരു സ്റ്റോക്ക് ഇങ്ങനെയൊരു കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു മോഡൽ കിട്ടില്ല, മീൻ കോട്ടൺ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പിന്നെ കിട്ടിയെന്ന് വരില്ല. മാക്സിമം 4 വെറൈറ്റി ഷെയ്ഡ്സ് ആണ്. കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ സ്റ്റാറ്റസിലൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഓഫർ സെയിലൊക്കെ പെട്ടെന്നായിരിക്കും ഇടുന്നത്. അപ്പൊ എല്ലാവരും അലർട്ടായിട്ടിരിക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഓഫർ സെയിലുമായിട്ട് വീണ്ടും വരുന്നതാണ്.